രാവിലെ തന്നെ അടുക്കളയിലോട്ട് വന്ന് ആദ്യം ചോറിനുള്ള വെള്ളം അടുപ്പത്തിട്ട് പിന്നെ ഫ്രിഡ്ജിലിരുന്ന് സാമ്പാർ എടുത്ത് ചൂടാക്കി. ഇനി നമുക്ക് മോരുകറിയും കൂടി റെഡിയാക്കണം. അപ്പോഴത്തേക്ക് ഇതാ ചോറിന് വെള്ളം തിളച്ചു. ഇനി അരി അങ്ങ് കഴുകി അടുപ്പത്തിടാം. അപ്പം ധൃതിയിൽ രാവിലെ എല്ലാം ഞാൻ ചെയ്തെടുക്കുന്നത് എന്താണെന്നറിയാവോ? ഇന്നലെ മോന് ലീവായിരുന്നു. ഇന്ന് അവൻ തിരിച്ച് ഓഫീസിലോട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ കഴിക്കാനുള്ളതും ഉണ്ടാക്കണം, പിന്നെ ചോറ് പൊതി കെട്ടാനുള്ള അതും റെഡിയാക്കണം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മുട്ടയപ്പവും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയായി. അവന് കഴിച്ചുകൊണ്ട് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് മോന് വേണ്ടിയിട്ട് ഞാൻ ദോശ ചുടുന്നുണ്ട്. പിന്നെ സാമ്പാർ ചൂടാക്കിയതുണ്ടല്ലോ, അതും കൂട്ടി രാവിലത്തെ കൊടുക്കാം, പിന്നെ ചോറിനും കൊടുത്തു വിടാം. അപ്പം ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. അങ്ങനെ ചായ ചൂടാക്കി കൊടുക്കുവാണ്. അപ്പം പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചിക്കനിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും ഒന്ന് വഴറ്റാനായിട്ട് വെച്ചു. ഇനി നമുക്ക് ക്യാബേജും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ സവാളയെല്ലാം റെഡിയായി. ഇനി അതിലോട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കനും ചേർത്തു. ഇനി അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് കുടിക്കാനുള്ള വെള്ളം തിളച്ചു. അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കനും അങ്ങ് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ മീൻ ഫ്രൈ ആക്കി അടുപ്പിൽ തന്നെ മോനുള്ള തോരനും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ മുട്ടയപ്പത്തിൻ്റെ മാവൊക്കെ കലക്കി എടുത്തിട്ടുണ്ട്. അപ്പം മുട്ടയപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെ മോനുള്ള ചോറും കൂടി പൊതിഞ്ഞെടുത്തേ. അപ്പോൾ ആദ്യം ചോറിട്ടു, പിന്നെ ക്യാബേജ് തോരൻ വെച്ചു, മീൻ ഫ്രൈ ചെയ്തത് വെച്ചു, പിന്നെ സാമ്പാറും മോര് കറിയും ഓരോ കവറിലാക്കി കെട്ടി അതും വെച്ച് ചോറ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.